ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചിരിക്കടാ. ഇനി പൊയ്ക്കോ. പൊയ്ക്കോ. എല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് പൊയ്ക്കോ. എന്നിട്ട് ആ സന്തോഷം തല്ലിക്കെടുത്തുന്നത് അതിൻ്റെ ഒരു സുഖം. அந்த நிமிஷத்துல മനസ്സിൽ ഇരിക്കുന്ന എല്ലാ വലിയും പോയിடு സാർ. இவரு நித்யாமா எனக்கு எதெல்லாம் சொல்லி கொடுத்திருக்கேன். நான் பேப்பர் படிக்கல, டிவி ப்ரோக்ராம் ஒன்றும் பார்க்கல. ஆனா எனக்கு நிறைய விவரங்கள் எல்லாம் சொல்லி கொடுத்திருக்கு. அதனால சரவணப்பம் ஆளாய் இந்த மாதிரி இருக்குது சார். இந்த குடும்பம் சார் எனக்கு உயிர். ശരവണ, ചിലപ്പോഴെങ്കിലും ഞാൻ ചില മോശം വാക്കുകൾ ശരവണനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. என்ன சார் இவரு? தங்கச்சி என்ன அண்ணனோடு என்ன வேணும் சொல்லலாம், வழக்கடிக்கலாம், அடிகூடலாம். അതൊക്കെ താനമ്മ ഒരു കുടുംബം. ஆனாலும் ஒரே ஒரு வருத்தம் தான் இருக்கு. இதுக்கு மேல ஏதாவது பண்ணணும்னு ஆசை இருந்தது, அது பண்ண முடியல. அது மட்டும்தான். ഇതിനേക്കാളും വില പിടിച്ചതൊന്നും ആർക്കും എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ ഒരേട്ടന്റെ സ്നേഹം അനുഭവിക്കാനും പറ്റില്ല. ശരവണ, താങ്ക്സ്. பாருங்க சார், இதுக்கு மேல சரவணன் எது வேணும் சார்? இந்த குடும்பத்துக்காக என் உயிர் கொடுத்தா கூட எனக்கு அதுதான் புண்ணியம் சார். അവരെനിക്കവിടെ മുറിയൊക്കെ ശരിയാക്കിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതെന്നെ കൊണ്ടുപോവാനല്ലേ? സുജാതമ്മ ഒന്നും പറഞ്ഞില്ല, അപ്പൂപ്പനും ഒന്നും പറഞ്ഞില്ല. അവരെല്ലാരും കൂടി തീരുമാനിച്ചതാ കല്യാണി. അതിന് നിത്യാമ്മ സമ്മതിക്കില്ലല്ലോ. നിത്യാമ്മ ഒരിക്കലും സമ്മതിക്കില്ല. കല്യാണിക്കുട്ടി, മക്കളെ ട്യൂഷൻ കഴിഞ്ഞ് വരുവാണോ? എന്താ രണ്ടാളും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? ഓ, അങ്കിള് പറയട്ടെ, ആദിക്കുട്ടന്റെ സങ്കടമാണല്ലേ? അല്ലേ കല്യാണി മോളെ? ആദിക്കുട്ടന്റെ സങ്കടം എന്താന്ന് അങ്കിളിനറിയാം. ആദിക്കുട്ടന് നിത്യാമ്മയെ വിട്ടുപോകാൻ പറ്റില്ല, അതല്ലേ? അത് തന്നെ. അതിനാര് പറഞ്ഞു ആദിക്കുട്ടൻ നിത്യാമ്മയെ വിട്ടുപോകുന്നു? എന്റെ ആദിക്കുട്ട, അങ്കിളാ മോനോട് പറയുന്നു, മോൻ എന്നും നിത്യാമ്മയുടെ കൂടെ ഉണ്ടാവും. സത്യാണോ? ആന്നേ മോനെ,
മോനെ നിത്യാമ്മയുടെ അടുത്ത് നിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചാലുണ്ടല്ലോ അങ്കിളിതേ ടിഷും ടിഷും ഫൈറ്റ് ചെയ്യില്ലേ? അതിനങ്ങള് ചീത്തയല്ലേ? അടി എന്നാരടാ പറഞ്ഞേ? എല്ലാരും. പക്ഷേ മോന്റെ നിത്യാമ്മയോടൊന്ന് ചോദിച്ചു നോക്കിയേ, അങ്കിള് ചീത്തയാണോന്ന്. അങ്കിള് ചീത്തയാണെങ്കിലേ നിത്യാമ്മ അങ്കിളിനോട് സംസാരിക്കോ? അങ്കിളെ, ആദിക്കുട്ടനെ വിടരുത്. ആദിക്കുട്ടൻ പോയാലേ എനിക്ക് പിന്നെ ആരും കൂട്ടില്ല. ആ അതറിയാവുന്നുണ്ടല്ലേ അങ്കിള് പറയുന്നേ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നടക്കുന്ന കാണാൻ എന്ത് രസമാ. അങ്കിള് നിങ്ങളുടെ അടുത്തൊന്നും വരുന്നില്ലെങ്കിലും അങ്കിളിന് നിങ്ങളെ രണ്ടുപേരെയും വലിയ ഇഷ്ടമാ. നിങ്ങൾ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ അങ്കിള് മറഞ്ഞു നിന്ന് കാണാറുണ്ട്. മോൻ നിത്യാമ്മയോട് പറഞ്ഞാൽ മതി, അങ്കിള് മോന് വാക്ക് തന്നു കേട്ടോ. അങ്കിള് വാക്ക് തെറ്റിക്കില്ലല്ലോ? ഇല്ല മോളെ, ആദിക്കുട്ടൻ എന്നും കല്യാണയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. നിത്യാമ്മയുടെ കയ്യും പിടിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പോവുകയും ചെയ്യും. പിന്നെ മോൾ ഇത് മോളുടെ അച്ഛനോട് പറയണ്ട. അതെന്താ? അച്ഛൻ സുജാത അമ്മയോട് പറയും. അപ്പൊ എന്തു പറ്റും? സുജാത അമ്മ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാ അങ്കിള് പറയണ്ടാന്ന് പറയുന്നത്. അങ്കിള് ഇത് വാക്കല്ലേ? എന്നോട് പറഞ്ഞ സത്യല്ലേ? വാക്ക്. അങ്കിള് ജീവിച്ചിരിക്കുമ്പോ നിത്യാമ്മയെയും മോനെയും ആരും പിടിക്കില്ല. സമാധാനിട്ട് പൊയ്ക്കോ കേട്ടോ. ചെല്ല്. നിക്ക്, ഒരു കാര്യം പറയട്ടെ. ഇനി എന്തിനാ ആദ്യക്കൂട്ടം മുഖം വെറുപ്പിച്ച് നടക്കുന്നത്? ഒന്ന് ചിരിക്കുന്നേ. ചിരിക്കടോ. എടാ ചിരിക്കടാ. ഇനി പൊയ്ക്കോ. പൊയ്ക്കോ. എല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് പൊയ്ക്കോ. എന്നിട്ട് ആ സന്തോഷം തല്ലിക്കെടുത്തുന്നത് അതിൻ്റെ ഒരു സുഖം. മധുര നൊമ്പരക്കാറ്റ്